ബി.ജെ.പിയുടെ മുൻ വക്താവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് ബി.ജെ.പി ഡീലിൻ്റെ ഭാഗമായിട്ട് വേണം കാണേണ്ടത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വടകര എം.പി. ഷാഫി പറമ്പിലും ബി.ജെ.പിയുമായുള്ള ഡീൽ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായ പി. സരിൻ ഇക്കാര്യം ഉന്നയിച്ചാണ് കോൺഗ്രസ് വിട്ടതുപോലും. ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാകുന്നതാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം. കോൺഗ്രസിൽ വി.ഡി. സതീശനും അനുകൂലികൾക്കുമുള്ള സംഘപരിവാർ ബന്ധമാണ് സന്ദീപ് വാര്യരെ സ്വന്തം കൂടാരത്തിൽ എത്തിച്ചതെന്നും ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ മുതിർന്ന നേതാവായ കെ മുരളീധരൻ തള്ളിപ്പറഞ്ഞ സന്ദീപ് വാര്യരെയാണ് ഇപ്പോൾ സതീശനും ഷാഫിയും ചേർന്ന് കോൺഗ്രസിലേക്ക് ആനയിച്ചെത്തിയത്. പാലക്കാട് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണെന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ ഡീൽ പ്രകാരമാണ് കഴിഞ്ഞ കുറേ കാലമായി നഗരസഭാ ഭരണം ബി.ജെ.പിക്കും എം.എൽ.എ സ്ഥാനം കോൺഗ്രസിനുമായി ലഭിച്ചു പോരുന്നത്. ഇപ്പോൾ കെ മുരളീധരനെ തഴഞ്ഞ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിലും കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധമാണെന്ന ആരോപണം ഇതിനകം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. എന്നാൽ തീവ്രവർഗീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സന്ദീപ് വാര്യരുമായി കൂട്ടുചേരാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി മാറി. പാലക്കാട്ടെ മുൻ എം.പി, ഡി.സി.സിയുടെ മുൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച മുതിർന്ന നേതാവായ വി.എസ്. വിജയരാഘവൻ, മുൻ പട്ടാമ്പി എം.എൽ.എ സി.പി. മുഹമ്മദ് തുടങ്ങിയവർ പരസ്യമായി തന്നെ രംഗത്ത് വന്നു. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനെ അടക്കം കെ.പി.സി.സിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ ഇരുട്ടിൽ നിർത്തിയുള്ള നീക്കം മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ. മുരളീധരനും അടക്കമുള്ളവർ സംശയത്തോടെയാണ് കണ്ടത്. ഇരുവരും അവരവരുടെ ശൈലിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പാർട്ടിക്കുള്ളിൽ മുസ്ലിം വിഭാഗക്കാർക്ക് ഇക്കാര്യത്തിൽ കടുത്ത അമർഷവുമുണ്ട്. സന്ദീപ് വാര്യർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിച്ചതും വലിയ അമർഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കൂടാതെ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ നടത്തിയ പരാമർശവും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചർച്ചയായി. പുറമെ രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയെന്നും 60 വർഷം നാടുഭരിച്ചു മുടിച്ച കുടുംബമാണെന്നും ഒക്കെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. RSSനെതിരായ നിലപാട് പ്രഖ്യാപിക്കാതെയാണ് സന്ദീപിനെ കോൺഗ്രസ് സ്വീകരിച്ചത്. ഒരു സുപ്രഭാതത്തിൽ ത്രിവർണ ഷാൾ അണിയിച്ച് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രീതി ശരിയായില്ലെന്നാണ് പല നേതാക്കളുടെയും ശക്തമായ അഭിപ്രായം. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇക്കാര്യത്തിൽ രൂക്ഷമായ തർക്കം ഉടലെടുക്കുമെന്നതിൻ്റെ സൂചനയും നേതാക്കളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. RSS കാര്യാലയം നിർമ്മിക്കുവാനായി തറവാട് വക ഭൂമി RSSന് തന്നെ വിട്ടു നൽകുമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതും ചർച്ചയാകും. RSS ശാഖ നടത്താനല്ല, ഓഫീസ് നിർമ്മിക്കാനാണ് ഭൂമി നൽകുന്നത്. കോൺഗ്രസുമായി ആലോചിച്ച തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും കോൺഗ്രസിനെ ശരിക്കും വെട്ടിലാക്കിയിട്ടുണ്ട്. RSS ബന്ധം എളുപ്പത്തിൽ വിടാനാകുന്നില്ലെന്നാണ് സൂചിപ്പിച്ചാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേന്നും സന്ദീപ് പ്രതികരിച്ചത്. കാര്യാലയം നിർമ്മിക്കാൻ ഭൂമി നൽകുന്ന കാര്യം ഇപ്പോൾ പരസ്യമായി പറയേണ്ടിയിരുന്നില്ല എന്നാണ് പല കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായവും.